മുത്തശ്ശിയുടെ മനോവേദന തീർക്കുന്ന എനിക്ക് മനസ്സിലാവുന്നില്ല. മുത്തശ്ശി ഇത് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുക. ആ ഉടവാള് മോഷ്ടിച്ചത് ഞാനാണെന്ന് തന്നെയാ മുത്തശ്ശി ഇപ്പോഴും വിശ്വസിച്ചിരിക്കുന്നത്. ഈ മുത്തശ്ശിക്കൊന്ന് ചിന്തിച്ചൂടെ? എനിക്ക് എന്തിനാ ഉടവാള്? എനിക്കും കൂടി അവകാശമുള്ളതാ ആ വാള്. അത് ഞാൻ എന്തിനു മോഷ്ടിക്കണം? മോളിങ്ങനെ വിഷമിക്കാതെ. ഞാൻ എങ്ങനെ വിഷമിക്കാതിരിക്കും അമ്മ? എന്നെ ഒരു കള്ളിയായിട്ടാ എല്ലാവരും കാണുന്നത്. ഇനി ആ ഉടവാള് മോഷ്ടിച്ചവരെ ഞാൻ തന്നെ കണ്ടെത്തണമല്ലോ ഈശ്വര. ആ വാള് എവിടെ കൊണ്ടുപോയി അവൾ ഒളിപ്പിച്ചിരിക്കുന്നത്? ആര്? ആ മൈഥിലി. 100 കോടി വില വരുന്ന വാള് മൈഥിലി മോഷ്ടിച്ചിട്ടുണ്ടെങ്കില് അവൾ ഇതുപോലെ വർക്കിംഗ് വിമൻസ് ഹോസ്റ്റലിലൊക്കെ വന്ന് കിടക്കുവോ? അമ്മ പറഞ്ഞു വരുന്നത്? അവൾ ആ വാള് മോഷ്ടിച്ചതായിട്ട് എനിക്ക് തോന്നുന്നില്ല മോളെ. പിന്നെ എന്താ അമ്മ എന്താ ആലോചിക്കുന്നത്? മോളെ, എനിക്ക് ചില സംശയങ്ങളൊക്കെ ഉണ്ട്. സംശയങ്ങളായതുകൊണ്ട് മാത്രം ഞാനതിപ്പോ നിന്നോട് പറയുന്നില്ല. എന്തായാലും ആ വാള് പോയ വഴിയെ നമുക്കൊന്ന് പോണം. വരട്ടെ. ഒരു കാര്യം ചെയ്യാം, ഞാൻ വാരിത്തരാം. വേണ്ടമ്മ, എനിക്ക് കഴിക്കാൻ പറ്റിയിട്ട് വേണ്ടേ. ഒരു പിച്ചക്കാരിയെ പോലെ ഞാനിവിടെ താമസിക്കുന്നത്. ഞാൻ മുത്തശ്ശിക്കൊക്കെ വെറും അന്യ. എന്റെ അച്ഛൻ മരിച്ചതോടെ എനിക്ക് വീടുമായിട്ടുള്ള ബന്ധം തീർന്നു. പിന്നെ ഞാൻ എങ്ങോട്ടെങ്കിലും പോണമായിരുന്നു. മുത്തശ്ശിയുടെ ശത്രുവായ മാധുരിയുടെ മകളായിട്ടാ മുത്തശ്ശി എന്നെ കാണുന്ന, അല്ലാതെ ജയറാമിന്റെ മകളായിട്ടല്ല. മോളെ മീനാക്ഷി, ഞാൻ പറഞ്ഞതെന്താ ശരിയല്ലേ അമ്മ? അല്ല, നീ പറഞ്ഞത് ശരിയല്ല. ചെമ്പകമംഗലത്ത് രാജലക്ഷ്മി അമ്മയുടെ മനസ്സ് എങ്ങനെയുള്ളതാണെന്ന് നിനക്ക് അറിയാൻ പാടില്ലഞ്ഞിട്ടാ. അത് എനിക്കറിയാം, ഞാനത് അനുഭവിച്ചിട്ടുള്ളതാ. അമ്മ മുത്തശ്ശി ന്യായീകരിച്ചേ പറയൂ. കാരണം മുത്തശ്ശി അമ്മയുടെ അമ്മയാ. എന്റെ അമ്മയായതുകൊണ്ട് മാത്രമല്ല, അമ്മയുടെ ആ നല്ല മനസ്സും എനിക്കറിയാം. പിന്നെ എന്നോട് മാത്രം മുത്തശ്ശി എന്തിനാ ഇങ്ങനെ പെരുമാറുന്ന? എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല അമ്മ. ഇതിങ്ങനെ തുടർന്നോ ഞാൻ വല്ല കടലിലും ചാടി. മീനാക്ഷി, ധിക്കാരം പറയുന്നോ? രാജലക്ഷ്മി അമ്മ നിന്റെ അച്ഛന്റെ അമ്മയാ. മകൻ മരിച്ച സങ്കടത്തിലും ഈ തറവാടിന്റെ നാശത്തിലും അമ്മയാകെ തകർന്നിരിക്കുക. ആ താക്കോല് സൂക്ഷിക്കാത്തതിന്റെ ദേഷ്യത്തില് അമ്മ നിന്നെ ശകാരിച്ചിട്ടുണ്ട്. അത് പലപ്പോഴും പരിധി കടക്കുന്നുണ്ടെന്ന് എനിക്കും അറിയാം. സ്വസ്ഥമായി അമ്മയൊന്ന് അടുത്ത് കിട്ടിയിട്ട് വേണം എനിക്കതൊന്ന് സംസാരിക്കാൻ. എന്റെ മോളോടുള്ള അമ്മയുടെ തെറ്റിദ്ധാരണ ഞാൻ തന്നെ സംസാരിച്ച് തീർത്തോളാം. എന്താണ് അമ്മയുടെ മനസ്സിൽ കടന്നുകൂടിയ കരടെന്ന് എനിക്കറിയില്ല. എന്തായാലും അത് മാറ്റിയേ പറ്റൂ. കഴിക്കേ. വേണ്ട. ആ, നിന്നെ പ്രസവിക്കാത്ത ഈ അമ്മയുടെ വാക്ക് നീ എന്തിനു കേൾക്കണം അല്ലേ? അല്പം കൂടി കഴിഞ്ഞ എന്റെ കണ്ണീരിന്റെ ഉപ്പ് കലരും ഈ ആഹാരത്തില്. അതിനു മുൻപ് ഇത് കഴിക്കുന്നോ? അമ്മ, എവിടെയായിരുന്നു മുത്തശ്ശിയുടെ ഡിങ്കിരി മണി? മുത്തേ, മുത്തിനെ കാണാതെ മുത്തശ്ശനും മുത്തശ്ശിയും എന്ത് വിഷമിച്ചെന്ന് അറിയോ മോക്ക്?
ഓയ്യോടോ കരയിലേ. എനിക്ക് വലിയ വിഷമമുണ്ട് രാജലക്ഷ്മി, അത് പറയാതിരിക്കാൻ വയ്യ. എന്താ കാര്യം? കൈമളേട്ടൻ പറ. നീ ആ മീനാക്ഷി കൊച്ചിനോട് കാണിക്കുന്ന അവഗണന എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ഈ കുഞ്ഞിനെ നമുക്ക് വീണ്ടും കിട്ടാൻ കാരണക്കാരി നമ്മുടെ മീനാക്ഷി കൊച്ചാണ്. അവൾ എത്ര കഷ്ടപ്പെട്ടിട്ടാ ഇതിനെ ഇവിടെ തിരികെ കൊണ്ടുവന്നത്. എന്റെ കുഞ്ഞുമോള് പ്രസവിച്ചതല്ല ഈ കുഞ്ഞിനെ. സത്യം പറഞ്ഞ പ്രതികാരം ചെയ്യുന്നത് പോലെയാ കാർത്തി ഈ കുഞ്ഞിനെ മീനാക്ഷി കൊച്ചിന്റെ കയ്യിൽ പിടിച്ചേൽപ്പിച്ചത്. എന്നിട്ടും ഒരു നിധി വാങ്ങും പോലെ അവൾ ഇതിനെ വാങ്ങി. ഒരമ്മ കൊടുക്കുന്നതിനേക്കാൾ സ്നേഹം കൊടുത്ത് വളർത്തി. ഞാൻ കണ്ടിട്ടുള്ള പല അമ്മമാരും തോറ്റുപോകുന്ന സ്നേഹമാ മീനാക്ഷി ഇതിന് കൊടുത്തത്. ചിക്കിരി. എന്നിട്ടും എന്തിനാ രാജലക്ഷ്മി നീ അവളെ ഇങ്ങനെ അകറ്റി നിർത്തുന്നത്? നീ നിന്റെ മൂത്ത മകൻ ജയറാമിനെങ്കിലും ഓർക്കണ്ടേ? രാജലക്ഷ്മി, നീ എന്താ എന്നെ കളിയാക്കുകയാണോ? അല്ല കൈമളേട്ട, കൈമളേട്ടൻ പറയുന്ന എല്ലാം ഞാൻ കേൾക്കുമായിരുന്നു. എങ്കിൽ പറ, നീ എന്തിനാ എന്റെ കുഞ്ഞിനെ അവഹേളിക്കുകയും അപമാനിക്കുകയും ചെയ്യുന്നത്? എനിക്കറിയാം കൈമളേട്ട, എനിക്കറിയാം. എന്റെ മനസ്സില് അവളോട് ക്ഷമിക്കാൻ പറ്റാത്ത എന്തോ ഒരു കരട് കിടപ്പുണ്ട്. അത് പല കാരണങ്ങൾ കൊണ്ട് എന്റെ മനസ്സിൽ വന്ന് ചേർന്നതാ. നിന്റെ മനസ്സിന്റെ തകരാറുകൾ കൊണ്ട് നീറിപ്പുകയുന്നത് നമ്മുടെ കൊച്ചുമോളാ. 18 കൊല്ലം കാത്തിരുന്നിട്ടാ നമുക്കവളെ കിട്ടിയത്. ദൈവമാ ആ കുഞ്ഞിനെ നമുക്ക് തന്നത്. തിരുത്തണമല്ല, നോക്കട്ടെ. തെയ്യങ്കരക്കാവില് ഒരു സിദ്ധം വന്നിട്ടുണ്ട്. ത്രികാൽജ്ഞാനിയാ. 3 കാലങ്ങളും മുന്നിലും പിന്നിലും നോക്കി പറയാൻ കഴിവുള്ള ആളാ. അദ്ദേഹത്തെ ഒന്ന് കാണണം.